ജപ്പാനിലെ സ്കൂളുകൾ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ. അമ്മയെക്കുട്ടിക്ക് അങ്ങനെ 5ാം ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറേ പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വന്നിരുന്നു. ആദ്യത്തെ 2 ദിവസം മഴയായതുകൊണ്ട് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കൊന്നും കൊടുത്തു വിട്ടില്ല, നനഞ്ഞു പോകുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് 3ാമത്തെ ദിവസമാണ് ടെക്സ്റ്റ് ബുക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്നത്. കുറേ പുതിയ ബുക്കുകളുണ്ട്. അമ്മയ്ക്ക് പുതിയ പുസ്തകം കിട്ടുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ വരും. ഇത്തവണ തൊട്ട് അവർക്ക് പുതിയൊരു സബ്ജക്റ്റ് കൂടിയുണ്ട്, ഹോം സയൻസ്. ഇതിനകത്ത് കുക്കിങ്ങും തയ്യലും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം ജീവിക്കാൻ വേണ്ട കുക്കിംഗ് ഒക്കെ ഇതിനകത്തുണ്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് തിരിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ചോറ് വയ്ക്കാനും സൂപ്പ് വയ്ക്കാനും കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരെ പഠിച്ചിട്ട് വേണം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ. പച്ചക്കറികളൊക്കെ കഴുകുന്ന രീതിയും കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എന്ത് കൃത്യമായിട്ടാണ് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. 1ാം ക്ലാസ് തൊട്ട് തന്നെ അവർക്ക് ക്രാഫ്റ്റ്, മ്യൂസിക് ഇങ്ങനെയൊക്കെ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ബുക്കാണ് ആൾക്ക് ഒത്തിരി ഇഷ്ടം. മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ ഒരു സബ്ജക്റ്റാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇവർക്ക് വുഡ് കാർവ് ചെയ്തിട്ട് ഓരോ ഷേപ്പുകളൊക്കെ ഉണ്ടാക്കാനും കാർഡ്ബോർഡ് വെച്ചിട്ടും ഒക്കെ ഓരോന്നും ഉണ്ടാക്കുന്നതൊക്കെയാണ് ഈ ക്രാഫ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. പുതിയതായിട്ട് കിട്ടിയ പുസ്തകമായതുകൊണ്ട് എല്ലാത്തിലും പേരൊക്കെ എഴുതി നാളെ ഇതെല്ലാം കൊണ്ടുപോകണം. കുറേ ബുക്കുകളുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ. നാട്ടിലെ പോലെ ഇതൊന്നും പൊതിഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ നല്ല പുറംചട്ടയുള്ള ബുക്കുകളൊക്കെ എന്തിനല്ലേ പൊതിയുന്നത്? പൊതിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുമോ? എല്ലാ ബുക്കുകളൂടെ അടുക്കി വെച്ച് ബാഗിൽ കയറ്റിയപ്പോഴത്തേക്ക് ബാഗ് ഫുള്ളായി. നോട്ട്ബുക്സും പുസ്തകങ്ങളൊക്കെ ജപ്പാനിൽ ഫ്രീ ആണ്. ആദ്യത്തെ നോട്ട്ബുക്കുകളൊക്കെ ഫ്രീ ആണ്, പിന്നെ അത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങണം. ചെറിയ ചെറിയ നോട്ട്ബുക്കുകളാണ്, പെട്ടെന്നൊന്നും തീരുകയും ഇല്ല. നമ്മളെപ്പോലെ അധികം നോട്ടൊന്നും എഴുതി ബുക്ക് നിറയ്ക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. എല്ലാ ദിവസമൊന്നും ഈ ബുക്കുകളൊന്നും കൊണ്ട് നടക്കണ്ട. ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അവരവിടെ ലോക്കറിൽ വെക്കും. അവിടെ ആവശ്യത്തിന് പഠിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് വരുവാണ് പതിവ്. പിന്നെ ജാപ്പനീസിൻ്റെ ടെക്സ്റ്റ്, മാത്സിൻ്റെ ടെക്സ്റ്റൊക്കെ മിക്കവാറും ദിവസം കൊണ്ടുവരും വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അല്ലാത്തതൊക്കെ നമുക്ക് സ്കൂളിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്തുകൊണ്ട് പോന്നാൽ മതി. നോട്ട്ബുക്സ് മാത്രം എല്ലാ ദിവസവും വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. മക്കളുടെയൊക്കെ പുസ്തകങ്ങളും ബാഗും ആ ഒരു പോക്കൊക്കെ കാണുമ്പോൾ സ്കൂളിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നവരാണോ നിങ്ങളും എന്നെപ്പോലെ?